ഹലോ ഗായ്സ്, ദിസ് ഈസ് മീ ഗൗതം ആൻഡ് യു ഗൈസ് ആർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ ഡ്രീം റോവർ. ഞാനിപ്പോൾ ഉള്ളത് UK-യിലൊരു ഐലൻഡിലാണ്, സെൻറ്റ് മേരി സിസിലി ഐലൻഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് സമയം കിട്ടിയപ്പോൾ ഞാൻ പുറത്തിറങ്ങി ഞാൻ പറയട്ടെ, ഇന്ന് ടെൻഡർ പോർട്ടായിരുന്നു. അതായത് ഷിപ്പ് കരയിലേക്ക് എടുത്തേക്ക് വരില്ല, അത് കറക്റ്റ് കടലിൽ നിന്നിട്ട് അവിടുന്ന് ഞങ്ങൾ ചെറിയൊരു ബോട്ട് കയറിയിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനുശേഷം ഇത് ചെറിയൊരു ഐലൻഡാട്ടോ, കാരണം എനിക്ക് വളരെ ചെറിയ ഐലൻഡാണ്. അപ്പോൾ എനിക്ക് കാര്യമായിട്ട് എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളതൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ കണ്ട ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെയും കാണിച്ചു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഞാൻ എൻ്റെ സീനിയേഴ്സിനോട് ഈ ഒരു സ്ഥലത്തിനെ പറ്റി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ പുറത്തു പോയിട്ട് ഒരു കാര്യമില്ല, ഇവിടെ ഒരു മാള് പോലും ഇല്ല എന്നാണ്. പക്ഷേ വെറും 1500 കുറവ് മാത്രം ജനസംഖ്യയുള്ള, വെറും 8 കിലോമീറ്ററിൽ താഴെ മാത്രം ഏരിയ വരുന്ന ഈ ഒരു ഐലൻഡിൽ പിന്നെ ലുലു മാൾ ഉണ്ടാക്കി വെക്കാൻ പറ്റില്ലല്ലോ. ഏകദേശം 20 മിനിറ്റോളം ഈ ഒരു ചെറിയ ബോട്ടിൽ ട്രാവൽ ചെയ്തിട്ടാണ് ഞങ്ങൾ ഐലൻഡിലേക്ക് എത്തിയത്. ശരിക്കും പറയുകയാണെങ്കിൽ അത് തന്നെ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഒരു ഐലൻഡിലെ വ്യൂ ഈ ഒരു ബോട്ടിലിരുന്ന് കാണുമ്പോൾ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്. ഇത് നല്ലൊരു ഇൻഫോർമേഷൻ വേണ്ടി ഇത് വെച്ചാണ്. കാരണം ഇവിടുത്തെ നേറ്റീവായിട്ടുള്ള സ്പീഷീസാണ് പഫിൻ, സ്ട്രോം പെട്രൽ, കാനറ്റ് എന്നൊക്കെ പറഞ്ഞ പക്ഷികൾ. ഇവിടുത്തെ നോൺ നേറ്റീവായിട്ടുള്ള റാറ്റ്, മൗസ്, മിങ്ക്, ഹെഡ്ജ് ഹോഗ് അതൊക്കെ ഉണ്ട്. അതൊക്കെ ഇവരൊക്കെ ഷിപ്പിൽ നിന്നും ബോട്ടിൽ നിന്നൊക്കെ ആയിട്ടേക്കും വരിക. അത് ജസ്റ്റ് തടയാൻ വേണ്ടിയിട്ട് ഒരു വാർണിംഗ് മാതിരി ഒരു ബോർഡ് ഇവിടെ വെച്ചതാണ്. അത് നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് എനിക്ക് തോന്നി. ഗൈസ്, ഇത് ശരിക്കും വളരെ ചെറിയൊരു ഐലൻഡ് തന്നെയാണ് കേട്ടോ. ശരിക്കും ജസ്റ്റ് നടന്ന് കറങ്ങി വന്നപ്പോഴേക്കും ഞാൻ തുടങ്ങിയോട് തന്നെ എത്തി. ഞാൻ വിചാരിച്ചു ഞാൻ വഴി തെറ്റിയിരുന്നു, പക്ഷേ വഴി തെറ്റിയിട്ടൊന്നുമില്ല. ഞാൻ എവിടുന്നാണ് തുടങ്ങിയത് അവിടെ തന്നെ കറങ്ങി തിരിച്ചെത്തി. കാരണം അത്രയേ ഉള്ളൂ. ഞാൻ ഈ ഐലൻഡിൽ ഏകദേശം ഞാൻ കണ്ട ഒരുപാട് വഴി കൂടിയൊക്കെ നടന്നു നോക്കി, പക്ഷേ വളരെ ചെറിയ ഐലൻഡാണ് കേട്ടോ. അത് ഒരു ഭയങ്കര കാമായിട്ടുള്ള ഒരു ഐലൻഡ്. ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മളെ ബയോളജി ടീച്ചർ നമ്മളെ പഠിപ്പിച്ച മറ്റേ ഫുഡ് ചെയിനും എക്കോസിസ്റ്റം ഒക്കെയാണ്. കാരണം ഇത് കണ്ടോ, ഇത് ഏഷ്യൻ ഹോർനെറ്റ്, അതായത് ഇവിടുത്തെ നേറ്റീവ് അല്ലാത്ത തേനീച്ച. ആ തേനീച്ച ഇവിടെ വന്നിട്ട് അവിടെ നേറ്റീവ് ആയിട്ടുള്ള തേനീച്ചനെയൊക്കെ കൊല്ലുന്ന ഒരു പരിപാടി ഉണ്ടെന്ന് അതാണ് അവിടെ എഴുതി വെച്ചത്. അതുകൊണ്ട് തന്നെ പോളിനേഷനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏഷ്യൻ തേനീച്ചനെ കണ്ടാൽ, അതായത് അവിടെ അവരുടെ സൈസൊക്കെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ആ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഏഷ്യൻ തേനീച്ചനെ കണ്ടാൽ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു AI സിസ്റ്റം ആട്ടോ ഇത്. അങ്ങനെ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വളരെ ചെറിയ വീഡിയോ ആണ്, ഞാൻ പറഞ്ഞല്ലോ, വളരെ ചെറിയ ഐലൻഡാണ്. അതിനോത്രമൊന്നും കാണാൻ തന്നെ ഇല്ല. എന്നാലും ഞാൻ കണ്ട ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അതിനു മുമ്പ് ഞാൻ കാര്യം പറയട്ടെ, എൻ്റെ ചാനലിൽ ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടാറില്ലായിരുന്നു, ഇനി അങ്ങോട്ട് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ ചാനലിലേക്ക് പുതിയതായി സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും 1000 താങ്ക്സ്. ഓക്കെ, നിങ്ങളെ കമൻസൊക്കെ ഭയങ്കര വാല്യൂബിളാണ്.
അപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് താങ്ക്സ്. അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണുന്നവരെ ദിസ് ഈസ് മീ ഗൗതം രാജ് സൈനിങ് ഓഫ്.